ഗുഡ് ഡേ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ്. നമുക്കറിയാം, ഒരു സിംഗിൾ മീൻ ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിലും ദ ഇക്വാളിറ്റി ഓഫ് ടു മീൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിലും ഇസഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടി ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. രണ്ടിൽ കൂടുതൽ കേസ് വന്നാൽ, രണ്ടിൽ കൂടുതൽ മീൻ ടെസ്റ്റ് ചെയ്യാൻ വന്നാൽ ആ കേസിൽ നമുക്ക് ഇസഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ടി ടെസ്റ്റോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു റിസർച്ച് സ്റ്റഡി ചെയ്യുന്നു, 4 ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ് ഈക്വലി എഫിഷ്യൻ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റഡി ചെയ്യുന്നു, 3 ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ. ഈ കേസിൽ, അതായത് രണ്ടിൽ കൂടുതൽ മീൻസിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇസഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ടി ടെസ്റ്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അനോവയായിരിക്കും, അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പോൾ അനോവ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് സെവറൽ മീൻ. അനോവ എന്ന് പറയുന്നത് അനോവ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് സെവറൽ മീൻസ്. രണ്ടിൽ കൂടുതൽ മീൻസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അനോവയായിരിക്കും. ഇപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മീനെല്ലാം ഈക്വലാണ്, അതായത് μ1 = μ2 = എക്സെട്ര k സാമ്പിൾ ഉണ്ടെങ്കിൽ μ1 = μ2 = μ3 = എക്സെട്ര μk ആയിരിക്കും. അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരുന്നത് അറ്റ്ലീസ്റ്റ് μi's ആർ നോട്ട് ഈക്വൽ, അതായിരിക്കും ഓൾട്ടർനേറ്റീവ് വരുന്നത്. അപ്പം രണ്ടിൽ കൂടുതൽ മീൻസിൻ്റെ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? അനോവ ആയിരിക്കും. പിന്നെ അടുത്തത്, 2 ടൈപ്പ് വേരിയേഷനുണ്ട്. അസൈനബിൾ കോസസും ചാൻസ് കോസസും. അസൈനബിൾ കോസസ് എന്ന് പറഞ്ഞാൽ ഈ വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള വേരിയേഷനെയാണ് അസൈനബിൾ കോസസ് എന്ന് പറയുന്നത്. അസൈനബിൾ കോസസ്. അടുത്തെന്ന് പറയുന്നത് ചാൻസ് കോസാണ്. ചാൻസ് കോസ്, ആ വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ബിയോണ്ട് ദി ഹ്യൂമൻ കൺട്രോൾ ആയിരിക്കും. അതെന്ന് പറയുന്നത് ചാൻസ് കോസ്. അപ്പോൾ 2 ടൈപ്പ് വേരിയേഷൻ ഉണ്ട്, അസൈനബിൾ കോസസും ചാൻസ് കോസസും. അസൈനബിൾ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് മെഷർ ചെയ്യാനും അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. അതാണ് അസൈനബിൾ കോസസ്. ചാൻസ് കോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ബിയോണ്ട് ദി ഹ്യൂമൻ കൺട്രോൾ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കുന്നത് അസംപ്ഷൻ ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അതായത് ഫസ്റ്റ് വൺ, ദ ഒബ്സർവേഷൻസ് ആർ നോൺ കോറിലേറ്റഡ് റാൻഡം വേരിയബിൾ. അതായത് ഒബ്സർവേഷൻ എന്തായിരിക്കണം? അൺകോറിലേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തത്, ദ എഫക്റ്റ് ഓഫ് ദി വേരിയൻസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഒബ്സർവേഷൻസ് ആർ അഡിക്റ്റീവ്. അതായത് ആ ഒബ്സർവേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയൻസ് ഫാക്ടറിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം? ആഡ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അഗ്രികൾച്ചർ എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. നമ്മളൊരു ഇതിൽ ഫെർട്ടിലൈസർ ഇടുന്നു, അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ക്രോപ്സും ഉപയോഗിക്കുന്നു. അപ്പം ആ ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ ആ ക്രോപ്സിൻ്റെ, ആ വെറൈറ്റി ഓഫ് ക്രോപ്പിൻ്റെ എഫക്റ്റും എന്ത് ചെയ്യാൻ പറ്റണം? ആഡ് ചെയ്യാൻ പറ്റണം. അതായത് ഫാക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ഫാക്ടറിൻ്റെ എഫക്റ്റ് എന്താണ്? ആഡ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത്, ഈച്ച് ഒബ്സർവേഷൻ ഈസ് ദ സം ഓഫ് ദി എഫക്റ്റ് ഓഫ് ദി നോൺ ഫാക്ടർ ആൻഡ് റാൻഡം എറർ വിച്ച് ഈസ് ദ എഫക്റ്റ് ഓഫ് ദി അൺനോൺ ആൻഡ് അൺകൺട്രോൾഡ് ഫാക്ടർ. അതായത് ഓരോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ദി നോൺ ഫാക്ടർ പ്ലസ് റാൻഡം എറർ ആയിരിക്കും. റാൻഡം എറർ എന്ന് പറയുന്നത് അത് ഒരു എഫക്റ്റ് ഓഫ് ദി അൺനോൺ ആൻഡ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടറാണ് റാൻഡം എറർ. അപ്പോൾ ഓരോ ഒബ്സർവേഷനും സം ഓഫ് ദി എഫക്റ്റ് ഓഫ് ദി നോൺ ഫാക്ടറിൻ്റെ എഫക്റ്റും റാൻഡം പ്ലസ് റാൻഡം എററിൻ്റെ എഫക്റ്റും, അതായിരിക്കണം ഓരോ ഒബ്സർവേഷൻ. അതുപോലെ തന്നെ ഈ റാൻഡം എറർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തായിരിക്കണം? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതിൻ്റെ മീൻ 0യും വേരിയൻസ് σ² ആയിരിക്കണം. അപ്പം ഇതാണ് അനോവ. അനോവ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഓഫ് സെവറൽ മീൻസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് μ1 μ2 μk = μk, അതായത് ഓൾ മീൻസ് ആർ ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തെ H1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 മീൻസ് ആർ
നോട്ട് ഈക്വൽ. രണ്ട് ടൈപ്പ് വേരിയേഷൻ ഉണ്ട്, അസൈനബിൾ കോസസും ചാൻസ് കോസസും. പിന്നെ അതിൻ്റെ അസംഷനാണ് 4 അസംഷൻ. അനോവയുടെ 4 അസംഷൻ.